നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPക്കേറ്റ തിരിച്ചടി തീർത്തും അപ്രതീക്ഷിതമാണ്. എല്ലാ എക്സിറ്റ് പോളുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഒരു ജനവിധി പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ ഏതാണ്ട് 80 സീറ്റുകളിൽ 70-ലധികം BJP നേടും എന്നൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ വോട്ടെണ്ണി തുടങ്ങിയപ്പോഴാണ് അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയത്. എന്തിനേറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വോട്ടെണ്ണുന്ന ഒരു ഘട്ടത്തിൽ കുറച്ച് പിറകിലായിപ്പോയി എന്നുള്ളതാണ് സത്യം. പിന്നീട് അദ്ദേഹം മുന്നിൽ കയറുകയായിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ BJP കേന്ദ്ര നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് BJPക്ക് ഉത്തർപ്രദേശിൽ തങ്ങളുടെ പഴയ പ്രതാപം നിലനിർത്താൻ കഴിഞ്ഞില്ല? ഒരു കാലത്ത് കോൺഗ്രസിനായിരുന്നു ഉത്തർപ്രദേശിലെ ആധിപത്യം. ഉത്തർപ്രദേശ് ആരാണോ നേടുന്നത് അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളൊരു സങ്കല്പം പോലും അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് BJPക്ക് കനത്ത തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയായിരിക്കാം BJPക്ക് ഇത്തരത്തിലുള്ള പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന്? ഇവിടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വർഷങ്ങളായി BJP മുന്നോട്ട് വച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും BJPക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് BJP നേതൃത്വം ഏതായാലും ഒന്നുകൂടെ ആ വിഷയം ചർച്ച ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, അമിതമായ ആത്മവിശ്വാസമായിരുന്നോ ഉത്തർപ്രദേശിലെ BJP നേതാക്കൾക്കും അണികൾക്കും ഉണ്ടായിരുന്നതെന്നും സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ തന്നെ ചില പരാമർശങ്ങൾ, ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളൊക്കെ അത് വർഗീയപരമായിരുന്നു എന്ന പേരിൽ വലിയ വിമർശനമാക്കി പിൽക്കാലത്ത് ഉയർന്നിരുന്നത് തന്നെ ഉത്തർപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ടുകൾ ആകർഷിക്കാനാണ് എന്നന്ന് പ്രതിപക്ഷം വ്യാപകമായ പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഉത്തർപ്രദേശിലെ ഭൂരിപക്ഷം ജനങ്ങളും സാധാരണക്കാരാണ്. കർഷകരും കർഷക തൊഴിലാളിയുമൊക്കെയാണ് അവിടെ കൂടുതലായി ഉള്ളത്. അവരെ ആകർഷിക്കുന്ന കാര്യത്തിൽ, അവരെ ഒപ്പം നിർത്തുന്ന കാര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത യോഗി ആദിത്യനാഥ് സർക്കാർ പരാജയപ്പെട്ടോ എന്ന് സ്വാഭാവികമായി ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. സാധാരണക്കാരൻ്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തന്നെ ആയിരിക്കാം അവിടെ കർഷക സമരത്തിലേക്കൊക്കെ തന്നെ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ നയിച്ചത്. ആ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തന്നെ വല്ലാത്ത വെട്ടിലായ ഒരവസ്ഥ വന്നു. കർഷക നിയമങ്ങൾ, പുതിയ കൊണ്ട നിയമങ്ങൾ പിൻവലിക്കേണ്ട അവസ്ഥ വരെ വന്നു. അന്ന് ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം ഓടിച്ച് കയറ്റിയ സംഭവം, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എതിരായി മാറിയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസും അതല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പ് നിർദ്ദേശങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ മുഖവിലേക്കെടുത്തു എന്ന് വേണം ഒരുപക്ഷെ നമ്മൾ കരുതാൻ. ആ വാഗ്ദാനങ്ങൾ മികച്ചതായിരുന്നു. നാളെ അവർക്കത് പാലിക്കാൻ കഴിയുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എപ്പോഴും തെരഞ്ഞെടുപ്പിൽ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു മഹാലക്ഷ്മി സ്കീം. പ്രതിമാസം 8500 രൂപ വീതം പാവപ്പെട്ട സ്ത്രീകൾക്ക് നൽകുമെന്നും സർക്കാർ ജോലികളിൽ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്യുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഖദാഖത്ത് വാഗ്ദാനവും ശ്രദ്ധേയമായിരുന്നു. ഉത്തർപ്രദേശിലെ 17 മണ്ഡലങ്ങളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തത് സ്ത്രീകളായിരുന്നു എന്നുള്ള കാര്യവും നമ്മളിവിടെ ഓർക്കണം. രാജ്യത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. വടക്കേന്ത്യയിലെ പൊതുവായുള്ള കർഷക പ്രക്ഷോഭവും ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയേണ്ടി വരും. ചുരുക്കത്തിൽ വൈകാരികമായ വിഷയങ്ങളെക്കാൾ സമൂഹത്തിലെ സാധാരണക്കാരൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ വിഷയങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന കാര്യം BJP നേതാക്കൾ മറന്നുപോയോ എന്ന് സ്വാഭാവികമായും ഇവിടെ സംശയിക്കേണ്ടി വരും. ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ ആയിരിക്കാം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെച്ച അവരുടെ വാഗ്ദാനങ്ങളിൽ ഒരുപക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ വീണുപോയിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി അങ്ങേയറ്റം കെട്ടുറപ്പോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചത്. ആദ്യഘട്ടങ്ങളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. കോൺഗ്രസിനെ അടുപ്പിക്കേണ്ട എന്നൊക്കെ അഖിലേഷ് യാദവ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആ തീരുമാനം മാറുകയും അവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവിടെ കോൺഗ്രസിന് വേണ്ടി ശക്തിയുക്തം തന്നെ അഖിലേഷ് യാദവ് രംഗത്തിറങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ പൂർണ്ണമായ ഐക്യത്തോടുകൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് അവിടെ ആകെ കിട്ടിയത് റായ്ബറേലി ഒരു സീറ്റ് മാത്രമായിരുന്നു സോണിയാഗാന്ധിയുടെ. പക്ഷേ ഇക്കുറി അത് മാറി അവർക്ക് മികച്ച വിജയം ലഭിക്കാനും സമാജ്വാദി പാർട്ടിക്ക് BJP ഞെട്ടിപ്പിക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞത് ഒരുപക്ഷെ അഖിലേഷ് യാദവിനെ പോലെയുള്ള ഒരു കരുത്തനായ നേതാവിൻ്റെ നേതൃത്വവും എല്ലാവരെയും ഒരുമിച്ച് ഒത്തൊരുമയോടെ കൊണ്ടുപോകാനുള്ള കഴിവും തന്നെയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അഖിലേഷ് യാദവിനെയും ഇന്ത്യ മുന്നണിയൊക്കെ തന്നെ
BJPയുടെ UPയിലെ നേതാക്കൾ ഒരുപക്ഷെ അല്പം വില കുറച്ച് കണ്ടിരിക്കാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പരാജയത്തിൻ്റെ ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. മാത്രവുമല്ല, അമേഠി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കേറ്റ തിരിച്ചടിയും BJPയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ തന്നെ അതിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റായ അമേഠിയിൽ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ പരാജയം രുചിക്കേണ്ടി വന്നു എന്നുള്ളതും അവരുടെ അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ മത്സരിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ വിജയം സാധ്യമാകാം എന്ന് BJP നേതാക്കൾ കരുതിയിരിക്കാം. അതും ഒരു കാരണമായി തീർന്നു കാണും. മാത്രവുമല്ല, പ്രധാനമന്ത്രി നേരത്തെ ഈയിടെ നടത്തിയ ചില വിവാദ പ്രസ്താവനകളൊക്കെ തന്നെ BJPക്ക് ഫലത്തിൽ തിരിച്ചടിയാണ് നൽകിയത് എന്നുള്ളതും BJP നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് സംഭവിച്ചത് ഇന്ത്യയിലെ ഒട്ടാകെ മാറ്റിമറിക്കാൻ ഒരുപക്ഷെ അഖിലേഷ് യാദവിനെയൊക്കെ പോലുള്ള ഒരു സംഘം നേതാക്കൾ ഇറങ്ങിയാൽ അതിന് സാധിക്കും എന്നുള്ളത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമായൊരു പാഠം തന്നെയാണ് BJPക്ക് നൽകുന്നത്.